ബ്രദേഴ്സ് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ ബ്രദേഴ്സ്, ഇത് നമ്മുടെ വാർഡിൽ മത്സരിക്കുന്ന NGP സ്ഥാനാർത്ഥി നീലകണ്ഠനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 13 വർഷമായിട്ട് നമ്മുടെ 15ാം വാർഡിൽ ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ മെമ്പർ. അപ്പൊ എന്താവശ്യത്തിനും ഇദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ മക്കളെ, ഇത് നമ്മുടെ നീലകണ്ഠൻ ചേട്ടൻ നമ്മുടെ സഹകരണ ബാങ്കിന്റെ ഒക്കെ പ്രസിഡന്റ് ആയിരുന്നു 30 വർഷമായിട്ട്. നിങ്ങളുടെ എല്ലാവരും വോട്ടൊക്കെ വേണം കേട്ടോ ചേട്ടന്. മക്കളെ, നിങ്ങളുടെ വോട്ട് എനിക്ക് തരണം, എങ്കിലേ എനിക്ക് ജയിക്കാനും പിന്നെ നിങ്ങളെ സഹായിക്കണ്ടേ, അതിനൊക്കെ പറ്റുള്ളൂ. ഇത് ജോർജ് ജേക്കബ് സാറാണ്, കോട്ടയംകാരനാണ്. ഞാൻ 30 വർഷമായി NGPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഞാൻ എറണാകുളത്തെ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മുടെ നീലകണ്ഠൻ സാറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സാറിൻ്റെ നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ട് നൽകണം, കാരണം നല്ലൊരു മനുഷ്യനാണ്. അറിയാലോ മക്കളെ, ഞാനിപ്പോൾ പഴയ വാർഡിൽ നിന്ന് മാറി ഈ 12ാം വാർഡിലാണ് ഇലക്ഷന് നിൽക്കുന്നത്. നമ്മുടെ വാർഡിലാണെങ്കിൽ ഒരു വികസനവും ഇല്ല. കാരണം എന്താ, ഇവിടെ നിന്നിരുന്നവർ അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. പിന്നെ നമ്മളും നിങ്ങളുമൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വികസനം കൊണ്ടുവരികയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മുടെ നീലകണ്ഠന് വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക കേട്ടോ. ഓക്കെ സാർ, ശരി, താങ്ക് യു. നീ എന്തെങ്കിലും കളിക്കാം. ഇവിടെ നിന്നിരുന്നവര് അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. നിങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വികസനം കൊണ്ടുവരികയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതുവരെ കുടിച്ചില്ലേ? പ്ലേ കോൺടെസ്റ്റ് തന്നെയായിരുന്നല്ലോ. എന്നാന്നറിയത്തില്ല, അവര് വന്ന് പറഞ്ഞേ പിന്നെ മൊത്തത്തിലൊരു എന്തോ നമ്മളും അവരോടൊപ്പം ചേർന്നിട്ട് അവർക്കെതിരെ എന്തിനേയും ചെയ്യണ്ടേ. കാരണം അവർ മൊത്തം നമുക്കെതിരെയാണല്ലോ പ്രവർത്തിക്കുന്നത്. ആ പാർട്ടിക്കാർ വന്നപ്പോ അവര് പറഞ്ഞ ശ്രദ്ധിച്ചില്ലേ? അതാണ്. എടാ, നീ എന്തിനാ അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കണേ? അവര് പാർട്ടിക്കാരല്ല, അവര് വോട്ട് വെക്കാൻ വേണ്ടി വന്നല്ലേ. ചെറിയ വിഭാഗം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നീ എല്ലാ മനുഷ്യനും വെക്കണെങ്കിലാ? എടാ, അത് ശരിയാടാ. എന്നാലും അവരങ്ങനെ പറഞ്ഞു പോയപ്പോ അത് കേട്ടപ്പോ എനിക്കൊരു സമാധാനം കുറവ്. നീ അതൊക്കെ വിട്ടിട്ട് ഇങ്ങനത്തെ കുളിച്ചേ, നാളെ വീട്ടിൽ പോകണോ? എന്നെ എന്താടാ കാലത്ത് തന്നെ ഒരുത്തിന് പെണ്ണീട്ടിയപ്പോഴത്തേക്ക് നമ്മളെ വേണ്ട. നമ്മുടെ എബി വന്നല്ല സെമിനാരിൽ പോയില്ലേ? ഞാൻ ജംഗ്ഷനിൽ വെച്ചാ അവൻ വന്നാണ്ട് നിർത്തിയാവൻ. വെക്കേഷനാന്ന് തോന്നണേ, ക്രിസ്മസ് ഒക്കെ അല്ലേ. അവൻ 10 കഴിഞ്ഞിട്ട് പോയതല്ലേ? അതിനുശേഷം ഇവിടെ എന്തൊക്കെ മാറിയല്ലേ? എന്ത് രസമായിരുന്നു ആ സമയമൊക്കെ. ഞാനും നമ്മളും കണ്ണനും ഉണ്ണിയും എന്തൊക്കെ അലമ്പാണല്ലേ നമ്മൾ സ്കൂളിൽ കാണിച്ചു കൂട്ടിയത്. പൊന്നെ ഓർപ്പിക്കല്ലേ ആവുന്നു. ഒരു പൊളിയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഒരു ദിവസം റഫീഖ് നെയ്ച്ചോറ് കൊണ്ടുവന്നതും, അങ്ങനെ നെയ്ച്ചോറും ഇറച്ചിയും വെച്ച് ക്ലാസ് പീരീഡ് നമ്മളിരുന്ന് കഴിക്കുന്നതും, സുനിൽ സാർ തൂക്കി നമ്മളെ തുട പൊളിച്ചങ്ങ് വിടുന്നതൊക്കെ ഓർമ്മ? അതൊന്നും ഓർമ്മിപ്പിക്കല്ലേടാ. അയാളന്ന് ചാളക്ക് വരയുന്ന പോലെ പറഞ്ഞു വിട്ടത്. പാടുണ്ടെന്ന് തോന്നുന്ന പോലെ. വെക്കേഷൻ ഒന്നാളെ എത്തിയാലോ ഇവിടെ? ഒന്ന് സുന്ദരനായാലോടാ നീ, ഒന്ന് സുന്ദരനായാലോ ഒന്ന്. അറിയാലോ പണ്ടേ നമ്മള് വേറെ ലെവലാണെന്ന്. ഞാനേ നമ്മുടെ എല്ലാരും കൂടി നമ്മുടെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഓരോ കുറുമ്പ് കാണിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു. എടാ, നീ സെമിനാരിൽ പോയിട്ട് കുറെ നാളല്ലോ, ഇനി എത്ര വർഷം ഉണ്ട്? ഇനി ഏകദേശം ഒരു 3 കൊല്ലം കൂടെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേന് ഏകദേശം തീരുമാനമാകും. നീ വരുമ്പോ തന്നെ ഇങ്ങനെ ചോദിക്കാമോന്ന് അറിഞ്ഞൂടാ. അല്ല, എന്നാ തിരിച്ചു പോണം? ഇവനെ കൊണ്ട് വന്ന് കേറിയില്ല, അതിനു മുമ്പ് തിരിച്ചു പോകുന്നതാ. മനുഷ്യ സമാധാനത്തിനായിട്ട് വന്ന് നിന്റെ വിട്ടേക്കടാ, നമ്മുടെ പയ്യനല്ലേ. എടാ റഫീ, നമുക്ക്
ചൂണ്ടടാൻ പോലെ ഉമ്മാരെ വിളിക്കണ്ട കാര്യമൊന്നുമില്ല ഒന്നും കിട്ടത്തില്ല. ഇവിടെ നിന്നിരുന്നവര് അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. പിന്നെ നമ്മളും നിങ്ങളുമൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വികസനം കൊണ്ടുവരികയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യാം. ആരെങ്കിലും വരണേ.